ഈ സേവനം അനുസരിച്ച് അദ്ദേഹത്തിനെ കുറിച്ച് കൂടുതൽ ഇവിടെ പ്രതിപാദിക്കേണ്ട ആവശ്യമില്ല. നമുക്കറിയാം, ആ കാലത്ത് ഞാൻ ഓർക്കുന്ന ഏതാണ്ട് മൊത്തത്തിൽ നമ്മുടെ മഹലിൽ 3 ജീവനക്കാരുണ്ടായിരുന്നു. നമ്മുടെ ഖത്തീബ് ഉസ്താദ്, സൂഫി സിലേല്, പിന്നെ നമ്മുടെ മുഖ്രി മുഹമ്മദ്. 2000 റുപ്യൻ്റെ അടുത്താണ് 3 പേർക്കും കൂടെ ശമ്പളം കൊടുത്തിരുന്നത് എന്ന് ഞാൻ ഓർക്കുന്നു. അതിൽ കൂടുതലുള്ള 3 പേർക്കും കൂടി കാര്യമില്ലാത്തല്ലോ. അങ്ങനെയാണ് നമ്മൾ അവിടെ നിന്നിട്ടാണ് ഈ തുടങ്ങുന്നത്. അതിനുശേഷം നമ്മുടെ ഈ കാണുന്ന രൂപത്തിലുള്ള ഈ പുരോഗതികൾക്കൊക്കെ അതിന് ചുക്കാൻ പിടിച്ച് നമ്മുടെ മുന്നിൽ നിന്നിട്ടുള്ളത് നമ്മുടെ ഖത്തീബ് ഉസ്താദ് തന്നെയാണ്. മഹല്ലിലുള്ളവർക്ക് അതിൻ്റെ ആവശ്യകതയെക്കുറിച്ചും പ്രധാന ഉദ്ദേശങ്ങളെക്കുറിച്ചൊക്കെ ജനങ്ങളിൽ എത്തിച്ച് നമ്മളെ എല്ലാ കാര്യങ്ങളും അൽഹംദുലില്ലാഹ് അല്ലാഹുവിൻ്റെ മഹത്തായ അനുഗ്രഹം കൊണ്ട് നമുക്ക് ഈ കാണുന്ന എത്താൻ മുന്നിൽ നിന്ന് പ്രവർത്തിച്ച ഒരാളായിരുന്നു നമ്മൾ ബഹുമാനപ്പെട്ട അബ്ദുറഹ്മാൻ ഫൈസി എന്ന് നമുക്കറിയാം. കൂടുതലായും നമ്മൾ ഈ വൈകിയ വേളയിൽ അദ്ദേഹത്തെ കുറിച്ച് കൂടുതൽ ഏതാണ്ട് 2.5 ലക്ഷത്തിൻ്റെ അടുത്ത വാർത്തകളൊക്കെ കൂടെയൊക്കെയായി നമുക്ക് ബാങ്ക് കൊടുക്കുന്ന മുന്നേ ആയിട്ട് നമുക്ക് ലഭിച്ചത് 2,25,000 രൂപയോളം നമുക്ക് ലഭിച്ചിട്ടുണ്ട്. ഏതായാലും നമുക്ക് 2 ലക്ഷം രൂപ സമാഹരിച്ചപ്പോൾ നമ്മൾ ബഹുമാനപ്പെട്ടവർക്ക് മാറും. അതിനുശേഷം ബാക്കിയുള്ള തുക നമുക്ക് പോകുമ്പോഴോ അല്ലെങ്കിൽ വൈകുന്നേരം ആകുമ്പോഴോ നമുക്ക് അദ്ദേഹത്തിന് കൈമാറണം എന്നാണ് ഉദ്ദേശിക്കുന്നത്. അത് നമ്മൾ കൊടുക്കാൻ തീരുമാനിച്ചത്. അടിസ്ഥാനത്തിൽ അത് കൊടുക്കണം എന്നാണ് നമ്മൾ ഉദ്ദേശിച്ചിട്ടുള്ളത്. ഏതായാലും ഇതിൽ കൂടുതൽ ദീർഘിച്ച് സംസാരിക്കുകയല്ല. നമ്മളെ ഈ ഒരു വിഷയത്തിന് വേണ്ടി നമ്മൾ ആഹ്വാനം ചെയ്തു. അതുപോലെ നമുക്ക് ഈ ഒരു ആഴ്ചക്കുള്ളിൽ നമുക്ക് സമാഹരിച്ചു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. സ്നേഹാദരവുള്ള നമ്മുടെ KP അബ്ദുറഹ്മാൻ മുസ്ലിയാർ, അതുപോലെ നമ്മുടെ ഇപ്പോഴത്തെ ഖത്തീബ് സയ്യിദുദ്ദീൻ ഫൈസി, നമ്മുടെ മാനേജിംഗ് കമ്മിറ്റി ഭാരവാഹികൾ, നമ്മുടെ ഈ നാടിനെ നിയന്ത്രിച്ചു കൊണ്ടുപോയ ഒരു മഹൽ വ്യക്തിത്വമാണ് നമ്മുടെ അബ്ദുറഹ്മാൻ മുസ്ലിയാർ അവർ. നമ്മുടെ ഇല്ലായ്മയിലും നമ്മുടെ എല്ലാ സന്തോഷഘട്ടങ്ങളിലും എല്ലാം നമ്മിൽ ഒരാളായിട്ട് നമ്മളിൽ ഇറങ്ങി പ്രവർത്തിച്ചുകൊണ്ട് ഈ നാടിനെ ഈ രൂപത്തിലേക്ക് എത്തിച്ചു. അൽഹംദുലില്ലാഹ്, അല്ലാഹു തആല അത് കബൂൽ ചെയ്യട്ടെ. ദീനി കാര്യങ്ങൾ വരുന്ന അവസരത്തിൽ കാര്യങ്ങൾ പറയുമ്പോൾ ഏതെങ്കിലും ഒരാളുടെ മുഖങ്ങൾ കറുക്കുന്നുവോ ചൊളിയുന്നുവോ എന്നൊന്നും അദ്ദേഹം ചിന്തിക്കാറില്ല. ദീനി കാര്യം സംസാരിക്കുമ്പോൾ അത് തന്നെയാണ് നേതൃനിരയിലുള്ള ഒരു വ്യക്തിയുടെ സ്വഭാവം. ജനങ്ങളുടെ മുഖത്ത് നോക്കിയിട്ട് അവർക്ക് ഇഷ്ടപ്പെട്ടത് പറയാൻ, അവർക്ക് ഇഷ്ടമില്ലെങ്കിൽ ദീനി കാര്യങ്ങൾ അവിടെ ചുരുട്ടി വയ്ക്കാൻ ഈ സ്വഭാവം ഒരിക്കലും സ്വന്തമല്ല. അപ്പൊ ആ കാര്യത്തില് അദ്ദേഹം വളരെ ടോപ്പ് നിലയിൽ തന്നെ നിലകൊണ്ടു എന്ന് നമ്മൾക്ക് സധൈര്യം പറയാൻ കഴിയും. അതേ സമയത്ത് നാട്ടുകാരായിരിക്കുന്ന നമ്മെ സംബന്ധിച്ചിടത്തോളം അവിവേകം കൊണ്ട് അനുസരണക്കേട് നമ്മിൽ നിന്ന് ഉണ്ടായിട്ടുണ്ട്. ഇല്ലാന്ന് നമുക്ക് പറയാനും, ഉണ്ടായിട്ടുണ്ടെങ്കിൽ എന്ന് പറയാനുള്ള ആവശ്യമില്ല. ഉണ്ടായിട്ടുണ്ട് എന്നുള്ള കാര്യം വളരെ വ്യക്തമാണ്. അപ്പൊ അത് അവിവേകം കൊണ്ടാണ്, വിവരമില്ലാത്തത് കൊണ്ടാണ് എന്ന് മനസ്സിലാക്കി അവര് അത് ക്ഷമിച്ചു കൊടുക്കണം. അള്ളാഹുവിന്റെ കാര്യത്തിലല്ല ഈ പറയുന്നത്. അദ്ദേഹം അള്ളാഹുവിന്റെ കാര്യത്തിൽ ദീനി കാര്യങ്ങളിൽ പറയുമ്പോൾ നമ്മളത് അനുസരിച്ചിട്ടില്ല എങ്കിൽ അത് അദ്ദേഹത്തിനല്ല കുറവ്, അത് നമുക്കുള്ള കുറവാണ്. അത് നാമും അള്ളാഹുമായിട്ടാണ് അത് കാര്യങ്ങൾ കൈകാര്യം ചെയ്യേണ്ടത്. അത് അവരോട് പറയേണ്ട കാര്യമല്ല. അതേ സമയത്ത് വ്യക്തിപരമായിട്ട് തന്നെ അദ്ദേഹത്തെ അനുസരിക്കാത്ത, അല്ലെങ്കിൽ അതുപോലത്തെ ഇകഴ്ത്തുന്ന, അതല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ആ പദവിയോട് അനുയോജ്യമല്ലാത്ത വാക്കുകളോ പ്രവൃത്തികളോ നമ്മളായ നാട്ടുകാരിൽ നിന്ന് ധാരാളം ഉണ്ടായിട്ടുണ്ട് എന്നൊരു ഉറപ്പാണ്. അത് സദയം ക്ഷമിക്കണം. നമ്മുടെ ഒരു വീട്ടിലാകുമ്പോൾ തന്നെ ഒരു പിതാവ് പറഞ്ഞത് തന്നെ നമ്മുടെ ഭാര്യമാരും മക്കളും അനുസരിക്കാത്ത കാലമാണല്ലോ.
പിന്നെ ഈ പൊതുവായിരിക്കുന്ന ഒരു കാര്യം നമ്മളെ ഹത്തീബ് നാട്ടുകാരോട് പറയുമ്പോൾ അതിന് ഒരനുസരണക്കേട് സ്വാഭാവികമായിട്ടുണ്ടാകും. എങ്കിലും അത് മനസ്സിലൊന്നും വെക്കാതെ വിവരക്കേട് കൊണ്ട് സംഭവിച്ചതാണ്. അതല്ല എങ്കിൽ അവൻ്റെതായിരിക്കുന്ന ന്യൂനത കൊണ്ടോ വൈകല്യം കൊണ്ടോ സംഭവിച്ചതാണെന്ന് മനസ്സിലാക്കി സദയം ക്ഷമിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഏതായാലും ഇത്രക്കും ദീർഘമായിരിക്കുന്ന ഒരു കാലഘട്ടം, ഒരു പുരുഷായുസ്, ആ പുരുഷായുസിന്റെ പ്രവർത്തിക്കാൻ പറ്റുന്ന കാലഘട്ടം നമ്മളിലാണ് പ്രവർത്തിച്ചിരിക്കണം. 30 ചില്ലാനം വർഷം എന്ന് പറയുന്നത് ഒരു പുരുഷായുസിന് ഉപയോഗിക്കാൻ പറ്റുന്ന, പ്രവർത്തിക്കാൻ പറ്റുന്ന ഒരു കാലയളവാണ്. അത് നമ്മുടെ നാട്ടിലാണ് ചെലവഴിച്ചത്. ഒരുപാട് സമയം ആയിട്ട് നമ്മൾ ജുമാക്ക് വന്നതാണ്. അപ്പോൾ കൂടുതലൊന്നും സംസാരിക്കുന്നില്ല. എന്തായാലും എനിക്ക് ഇങ്ങനെ ഒരു നാട്ടിൽ വന്ന് ജോലി ചെയ്യാൻ സാധിച്ചതിൽ വല്ലാതെ സന്തോഷിക്കുന്നു, ഞാൻ അഭിമാനിക്കുന്നു. കാരണം നിങ്ങളെപ്പോലെ ഒരു ആലിമിനെ, ഒരു പണ്ഡിതനെ, ഉസ്താദ് പറഞ്ഞതുപോലെ ഒരു പുരുഷായുസിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രവർത്തിക്കാൻ കഴിയുന്ന കാലഘട്ടം മുഴുവനും പ്രവർത്തിക്കാൻ അവസരം നൽകിയത് നിങ്ങളുമാണ്. നിങ്ങളുടെ ഇടയിലാണ് പ്രവർത്തിച്ചത്. നമുക്കറിയാലോ, പല മഹല്ലുകളിൽ നമ്മൾ ചെന്ന് നോക്കിയാൽ ഉസ്താദ് പറഞ്ഞതുപോലെ ആരുടെയെങ്കിലും മുഖം കറുക്കുന്ന രീതിയിൽ ദീനിയായ കാര്യങ്ങൾ പറഞ്ഞാൽ പിറ്റത്തെ ആഴ്ച അയാൾക്ക് അവിടുന്ന് പോവാം. അങ്ങനെയാണ്. അപ്പൊ അങ്ങനെ ഉണ്ടായിട്ടുണ്ട് എന്ന് ഉസ്താദ് തന്നെ പറഞ്ഞു. പക്ഷെ അങ്ങനെ ഉണ്ടായിട്ടും അത് മനസ്സിലാക്കി സദയം ക്ഷമിച്ച് അള്ളാഹ്ക്ക് വേണ്ടിയാണല്ലോ എന്ന് മനസ്സിലാക്കി ക്ഷമിച്ച ആളുകളാണ് നിങ്ങൾ. അതുകൊണ്ടാണല്ലോ ഇത്രയും കാലം ആ ഉസ്താദ് ഇവിടെ ജോലി ചെയ്തത്. അപ്പൊ ദീനിന് വേണ്ടി അത്രമാത്രം നിങ്ങൾ ക്ഷമ കൈക്കൊള്ളുന്ന ആളാണ്, ആലിമ്യങ്ങൾ അത്രമാത്രം സ്നേഹിക്കുന്ന ആളാണ് എന്നതൊക്കെ നിങ്ങളുടെ വലിയ ഒരു പ്രത്യേകത കൂടിയാണെന്ന് ഞാൻ അറിയിക്കുകയാണ്. അതിൽ ഉപരി ഉസ്താദിനെ ഞാൻ വളരെയധികം അഭിനന്ദിക്കുകയാണ്. ഈ കാലത്തൊക്കെ ഇത്രയും കാലം നിൽക്കുക എന്നുള്ളത് വലിയ ഒരു നേട്ടം തന്നെയാണ്. അല്ലാഹു തആല എല്ലാം നമ്മിൽ നിന്ന് സ്വീകരിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. കൂടുതൽ ദീർഘിപ്പിച്ച് സംസാരിക്കുന്നില്ല. അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസഹ്ബിഹി. സുദീർഘമായിട്ട് സംസാരിക്കേണ്ട സമയമല്ല, അതിനുള്ള രീതിയും ഒന്നുമല്ല. ബഹുമാനപ്പെട്ട നമ്മുടെ ഖത്തീബ് ഉസ്താദ് KP അബ്ദുറഹ്മാൻ ഫൈസി ദീർഘകാലത്തെ സേവനം ഈ മഹല്ലിൽ നടത്തിയിട്ടുണ്ട് എന്നുള്ളത് നമുക്കൊക്കെ അറിയാം. ആ കാലഘട്ടവും ഇന്നത്തെ കാലഘട്ടവും 1991ലേക്കും 2004ലേക്കും 2024ലേക്കും നോക്കുമ്പോൾ അതിൽ വന്നിട്ടുള്ള ഒരു മാറ്റം എത്രത്തോളമാണ് എന്ന് നമുക്ക് ഊഹിക്കാൻ പോലും കഴിയില്ല. കാരണം അത്തരം ഒരു സാഹചര്യത്തിൽ ഈ ഒരു പുരോഗതി നാടിൻ്റെ ദീനീപരമായിട്ടുള്ള ചുറ്റുപാടിലാകട്ടെ, മറ്റുള്ള സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങളിലാകട്ടെ, നമ്മുടെ എല്ലാ പുരോഗതിയിലും സന്തോഷത്തിലും സങ്കടത്തിലും ഒക്കെ അദ്ദേഹം നമ്മുടെ കൂടെ ഉണ്ടായിട്ടുണ്ടെന്ന് ഇവിടെ സൂചിപ്പിക്കേണ്ടായി. അദ്ദേഹത്തിൻ്റെ ഒരുപാട് നേട്ടങ്ങൾ ഇവിടെ സൂചിപ്പിച്ചു. മറ്റൊന്ന് എനിക്ക് പറയാനുള്ളത്, ഇവിടെ മഹല്ലിലെ ആളുകളെ, പല മഹല്ലിലും ഉസ്താദന്മാരൊക്കെ ചിലപ്പോൾ തനിക്ക് കുറച്ച് ആളുകളെ കൂട്ടുപിടിച്ചിട്ടുള്ള ചില സംഗതികളൊക്കെ ഉണ്ടാവാറുണ്ട്. അങ്ങനെയൊന്നുമില്ലാതെ ഒറ്റക്കെട്ടായി നിർത്താനും അതേപോലെ തന്നെ അതിൻ്റെ ഇടയിൽ ഒരു ഭിന്നിപ്പിൽ കയറി നിന്നിട്ട് ഒരു മുതലെടുപ്പ് നടത്താനും വേണ്ടിയിട്ടുള്ള ശ്രമവും അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് ഉണ്ടായിട്ടില്ല എന്നുള്ളത് ഏറെ സന്തോഷകരമായിട്ടുള്ള കാര്യമാണ്. 91 എന്ന് പറഞ്ഞാൽ എൻ്റെ സർവീസ് കാലഘട്ടത്തിൻ്റെ തുടക്കമാണ്. അതുകൊണ്ട് തന്നെ ആ കാലം എപ്പോഴും ഞാൻ ഓർക്കാറുണ്ട്. ഇപ്പോൾ നമ്മുടെ സർവീസിൽ കയറി നമ്മൾ റിട്ടയർ ചെയ്തു. അതിനും അപ്പുറം ദീർഘകാലത്തെ ഒരു സേവനം ഇവിടെ നിർവഹിക്കാൻ അദ്ദേഹത്തിന് സാധിച്ചു എന്നുള്ളത് നമുക്ക് എടുത്തു പറയേണ്ട കാര്യം തന്നെയാണ്. അതോടൊപ്പം നമ്മുടെ നാട്ടുകാരുടെ, നമ്മുടെ മഹല്ലിലെ ആളുകളുടെ ഒരു സ്വഭാവവും അതുപോലെ തന്നെ അദ്ദേഹത്തോടുള്ള നിൽപ്പിൻ്റെയൊക്കെ സാഹചര്യത്തിൽ തന്നെയാണ് അദ്ദേഹം ഇങ്ങനെ തുടർന്നു പോകുന്നത്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ആഴ്ചയിൽ കമ്മിറ്റി കൂടിയിട്ട് ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് സഹകരിക്കണമെന്ന് പറഞ്ഞപ്പോൾ നമ്മൾ ഓരോരുത്തരോടും ഒന്ന് വളർത്തിയിട്ടുണ്ട്. പക്ഷേ എങ്കിൽ പോലും വളരെ പെട്ടെന്ന് നമ്മുടെ ലക്ഷ്യത്തിലപ്പുറം വിവരിക്കാൻ നമ്മളെ സഹായിച്ചുകൊണ്ട് സാമ്പത്തികമായിട്ടൊക്കെ സഹായിക്കാൻ എല്ലാവരും മുന്നോട്ട് വന്നിട്ടുണ്ട്. നമ്മുടെ പള്ളിയുടെ നിർമ്മാണത്തിനൊക്കെ സഹായിച്ചതുപോലെ തന്നെ അതേപോലെ ഓരോ ആവശ്യങ്ങൾ മനസ്സിലാക്കി സഹായിക്കാൻ നമ്മുടെ നാട്ടുകാർ എപ്പോഴും മുൻപന്തിയിൽ വരാറുണ്ട്. ഇവിടെ സൂചിപ്പിച്ചതുപോലെ നമ്മൾ വളരെ പ്രതാപത്തോടു കൂടി പ്രൗഢിയോടുകൂടി 5.5 കോടി രൂപ ചെലവഴിച്ചുകൊണ്ട് നിർമ്മിച്ച ഒരു പള്ളിയാണിത്. ഈ പള്ളിയുടെ ഈ കാണുന്ന പുരോഗതിയിൽ, ഈ നിർമ്മാണത്തിൻ്റെ ഇത്തരത്തിലുള്ള ഒരു ഘട്ടത്തിലൊക്കെ നമ്മളെ നല്ലവണ്ണം സഹായിച്ച, അതിന് വേണ്ട രൂപത്തിൽ ഇടപെട്ട് സഹായിച്ച ഒരു വ്യക്തിത്വം കൂടിയാണ് അബ്ദുറഹ്മാൻ ഫൈസി. അദ്ദേഹം നമ്മുടെ ഇവിടുന്ന് തൽക്കാലം അദ്ദേഹം വിട്ടുനിന്നിട്ടുണ്ട്. പക്ഷേ നമുക്ക് എപ്പോഴും അദ്ദേഹത്തിൻ്റെ സേവനവും അദ്ദേഹത്തിൻ്റെ നിർദ്ദേശവും ഉപദേശവും എക്കാലത്തും ഉണ്ടാവണം. ഈ നിങ്ങളുടെ ആയുസ് വരെ, ആയുസ് അവസാനിക്കുന്നത് വരെ ഈ പള്ളിയുമായിട്ടുള്ള ബന്ധം എപ്പോഴും ഉണ്ടാവണമെന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് എല്ലാവിധ ആശംസകളും പഠിച്ച തമ്പുരാൻ അദ്ദേഹത്തിന് ദീർഘായുസ്സും
ദീർഘായുസും ആഫിയത്ത് പ്രദാനം ചെയ്യട്ടെ. ഞാൻ പ്രസംഗത്തിനൊന്നുമില്ല. കാരണം നമുക്കറിയാം, നമ്മുടെ ചുമ കഴിഞ്ഞ സഹോദരൻ ഉൾപ്പെടെ അബുവിൻ്റെ ദിക്റൊക്കെ കഴിഞ്ഞുള്ള സമയമാണ്. പ്രസംഗം കഴിഞ്ഞു. പറയാനുള്ളത് 33 വർഷം നമ്മുടെ ഈ മക്കളിന് വേണ്ടി സേവിച്ചു എന്ന് പറയുമ്പോൾ നമ്മൾ എന്തെങ്കിലുമൊക്കെ പറയണ്ടേ? കാരണം ജീവിതത്തിൽ നമുക്കൊന്നും ഒരിക്കലും കിട്ടാത്ത അവസരങ്ങളായിരിക്കും ഇതുപോലൊരു അവസരങ്ങൾ. നമുക്കറിയാം, ഏത് ഗവൺമെൻറ് സർവീസ് ആണെങ്കിൽ പോലും 33 കൊല്ലത്തെ സർവീസ് കിട്ടുന്ന ഇരടായിട്ടുള്ള ആളുകൾ, അങ്ങനത്തെ ഒരു മഹല്ലിൽ ഇത്രയും നിൽക്കുക എന്ന് പറയുമ്പോൾ അദ്ദേഹത്തെ നമ്മുടെ മഹല്ലുകാർ എത്രത്തോളം സ്നേഹിച്ചിരുന്നു എന്ന് നമുക്കറിയാം. അതിൻ്റെ കാരണങ്ങൾ നമ്മുടെ സെക്രട്ടറി എന്തുകൊണ്ട് അദ്ദേഹം 33 കൊല്ലം ഇവിടെ നിന്നു എന്നുള്ളതിൻ്റെ തെളിവ് അത് പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ അതിലേക്കൊന്നും ഞാൻ കടക്കുന്നില്ല. ഏതായാലും നമുക്കറിയാം, നമ്മുടെ ചുറ്റുപാടുള്ള മഹല്ലുകളിൽ ഇന്ന് നിസ്സാര കാര്യത്തിൽ പോലും സത്യകുമാരൻ പിരിച്ചു കൊടുക്കുന്നു. ഇവിടെ സ്വന്തം ഇഷ്ടപ്രകാരം റിസൈൻ ചെയ്തു പോവുകയോ അല്ലെങ്കിൽ മരിച്ചു പോവുകയോ അല്ലാതെ ഇവിടെ പോയ ചരിത്രം നമുക്കില്ല. അങ്ങനെയുള്ള ഒരു അവസരത്തിൽ നമുക്ക് പറയാനുള്ളത്, നമ്മുടെ ഇങ്ങനെയൊക്കെ ദീനിനു വേണ്ടി സേവിക്കുന്ന ആളുകൾ നമ്മൾ സേവിച്ചു കഴിഞ്ഞാൽ മറ്റുള്ളവർക്ക് പെൻഷനും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട്. ഒരു മന്ത്രിയുടെ ഓഫീസിൽ 2 വർഷം പൂർത്തീകരിച്ചാൽ പെൻഷൻ കൊടുക്കുന്ന ഈ സമൂഹത്തിൽ, ഈ കാലഘട്ടത്തിൽ ഇത്രയും കൊല്ലം, എത്രയോ വർഷങ്ങൾ ദീനിനു വേണ്ടി പ്രവർത്തിച്ചിട്ട് അവർക്ക് പ്രത്യേകിച്ച് ഒരു ആനുകൂല്യങ്ങളും അതിനുശേഷം കിട്ടുന്നില്ല. അവർ ചെയ്യുന്ന ആ സമയത്തുള്ള ശമ്പളം ഒഴിച്ച് അതൊന്നും കിട്ടുന്നില്ല എന്നുള്ളത് കേൾക്കുമ്പോൾ വളരെ സങ്കടകരമാണ്. ഇക്കാര്യത്തിൽ അഭിപ്രായം പറയാനാണല്ല, നമ്മുടെ സമസ്ത ഗൗരവമായി ചിന്തിക്കേണ്ടിയിരിക്കുന്നു. അതല്ലെങ്കിൽ നമ്മുടെ അതാത് ബന്ധപ്പെട്ട മഹല്ലുകൾ ഇപ്പം നമ്മളെടുത്ത ഒരു തീരുമാനം വളരെ ശ്ലാഘനീയമായിട്ടുള്ള ഒരു തീരുമാനമാണ് എടുത്തത്. നമ്മൾ ഒരു ചെറിയ സാമ്പത്തിക സഹായം കൊടുക്കാൻ നമുക്ക് കഴിഞ്ഞു പറഞ്ഞ പോലെ, അതുപോലെ തന്നെ അവിടെ ഇരിക്കണ്ട, തേച്ച് നിന്നളി. അല്ലാഹു അക്ബർ. والصلاة والسلام على سيدنا محمد صلى الله عليه وسلم وعلى آله وصحبه أجمعين. ബഹുമാനമുള്ള പണ്ഡിതന്മാരെ, സദാർത്ഥികളെ, മഹല്ല് കമ്മിറ്റി ഭാരവാഹികളെ, മഹല്ല് നിവാസികളെ, സഹോദരന്മാരെ, വിദ്യാർത്ഥികളെ, സുദീർഘമായ ഒരു പ്രസംഗത്തിൻ്റെ മറുപടി പ്രസംഗത്തിൻ്റെ സമയമല്ല എന്ന് എനിക്കറിയാം. ഈ അവസരത്തിൽ ഒന്നും എനിക്ക് പറയാനും കഴിയില്ല. അള്ളാഹു അനുഗ്രഹത്തോടുകൂടെ ഈ 33 വർഷത്തിലധികം ഇവിടെ സേവനം ചെയ്യാനുള്ള തൗഫീഖ് അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകി. ഈ കാലഘട്ടത്തിൽ ഞാൻ ചെയ്ത സേവനം അള്ളാഹു സുബ്ഹാനഹു വ തആല കബൂൽ ചെയ്യുമാറാവട്ടെ. ആ സേവനത്തിൻ്റെ ഫലമായി നിങ്ങളിലേക്ക് നൽകിയ സംശമ്പളം, മറ്റു സഹായ സഹകരണങ്ങൾ, വിശിഷ്ട പ്രത്യേകമായിട്ടും എനിക്കിപ്പോൾ നൽകിയ ഈ ധനസഹായവും മറ്റു ആദരവും, അതൊക്കെ ദുനിയാവിലുള്ള ഓരോ കാര്യങ്ങളാണ്. അള്ളാഹു തആല കബൂൽ ചെയ്യുമാറാവട്ടെ. പക്ഷേ ഇതിലുപരിയായി ഞാൻ ആഗ്രഹിക്കുന്നത് എൻ്റെ ജീവിതത്തിലെ പ്രധാനപ്പെട്ട സമയം ചെലവഴിച്ചത് ഈ നാട്ടിലാണ്. അതിന് പകരമായി അല്ലാഹു സുബ്ഹാനഹു വ തആല പരലോകത്തിൽ ഒരുപാട് ന്യൂനതകൾ ഇതിലെല്ലാം എനിക്ക് സംഭവിച്ചിട്ടുണ്ട്. അതെല്ലാം മാപ്പാക്കിക്കൊണ്ട് അല്ലാഹു
അള്ളാഹുവിനെ അതിനെ ഈ അമലിനെ ഒരു കബൂൽ ചെയ്യുമാറാവട്ടെ. മഹത്തായ പ്രതിഫലം പരലോകത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകുമാറാവട്ടെ. എന്നാൽ മാത്രമേ എനിക്ക് വിജയമാവുകയുള്ളൂ. അതിന് നിങ്ങളും പ്രാർത്ഥിക്കണം. എന്തുകൊണ്ട്? ഞാനിവിടെ ഇത്രയും കാലം താമസിക്കുവാനുള്ള അതിനുള്ള ഒരു സൗകര്യം നൽകിയത് നിങ്ങളുടേതായ സന്മനസ് കൊണ്ടാണ് എന്ന കാര്യം ഞാൻ വീണ്ടും വീണ്ടും ആവർത്തിക്കുകയും പലപ്പോഴും പറയുകയും ചെയ്തു. ആ സന്മനസ് കൊണ്ടാണ് ഇത്രയും കാലം ഇവിടെ ഞാൻ ജീവിച്ചു പോയത്, ഞാൻ സേവനം ചെയ്തത്. ആ സന്മനസ്സിന് അല്ലാഹു സുബ്ഹാനഹു വ തആല അർഹമായ പ്രതിഫലം ഇഹത്തിലും പരത്തിലും നൽകുമാറാവട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. എന്തെങ്കിലും ന്യൂനതകളും സ്വാഭാവികമായിട്ട് ഉണ്ടായിട്ടുണ്ട്, ഉണ്ടാവാനും സ്വാഭാവികമായിട്ടുള്ള കാര്യങ്ങളാണ്. ഒരു സ്ഥലത്ത് നിന്ന് ജോലി ചെയ്ത് അല്ലെങ്കിൽ സേവനം ചെയ്ത് താമസിക്കുമ്പോൾ അവരും നാട്ടുകാരുമായിട്ട് അല്ലെങ്കിൽ വ്യക്തികളുമായിട്ടൊക്കെ ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ സംസാരിക്കുകയോ എന്തെങ്കിലും ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടാവുകയോ ഇതെല്ലാം സ്വാഭാവികമായ കാര്യങ്ങളാണ്. അതോടുകൂടെ കഴിയുന്നു. അത് പിന്നീട് സമയത്തേക്ക് മാറ്റിവെക്കൽ. എന്നോട് എന്താണ് പറഞ്ഞത്, നിങ്ങൾ ഞങ്ങളോടൊക്കെ പൊരുത്തപ്പെടാൻ പറഞ്ഞത്, നിങ്ങൾ പൊരുത്തപ്പെടണ്ടേ ഞങ്ങൾക്കുള്ളത്? അങ്ങനെ സംഭവമല്ല. കാരണം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് അപ്പം കഴിഞ്ഞുപോയി, അത് പൊരുത്തപ്പെട്ടപ്പോൾ മറന്നുപോയി. ഞാൻ തന്നെ ചില സംഭവങ്ങൾ ഓർക്കല് ആരെങ്കിലും വന്ന് ഉണർത്തുമ്പോഴാണ്. കാരണം വലിയൊരു സംഭവമായിട്ട് പോലും ഞാൻ പണ്ടേ മറന്നുപോയിരുന്നു. അപ്പൊ അതുകൊണ്ട് എന്തെങ്കിലും അപാകതകൾ എന്നിൽ നിന്നോ നിങ്ങളിൽ നിന്നോ വന്നിട്ടുണ്ടെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അത് പുറത്തു തരുമാറാവട്ടെ. നമ്മുടെ ഈ സ്നേഹബന്ധം നമ്മുടെ എല്ലാവരുടെയും ഞാൻ ഈ ലോകത്ത് നിന്ന് വിട പറഞ്ഞു പോകുന്നത് വരെ അല്ലാഹു സുബ്ഹാനഹു വ തആല നിലനിർത്തി തരുമാറാവട്ടെ. എന്തെങ്കിലും അപാകതകളും തെറ്റുകളും വന്നിട്ടുണ്ടെങ്കിൽ അല്ലാഹു തആല എനിക്കും നിങ്ങൾക്കും പുറത്തു തരുമാറാവട്ടെ. അതുപോലെ തന്നെ ഈ മഹത്തായ ഈ മഹല്ലിന്റെ പുരോഗതി എന്ന് പറയുന്നത് നമുക്ക് ഞാൻ പറയട്ടെ, 33 വർഷത്തിന് മുമ്പുള്ള ഈ അവസ്ഥ. കാരണം 800 രൂപയുടെ ആയിരിക്കും ശമ്പളം കൊടുത്തിരുന്നത് സൂര്യയിലേക്ക് ഉദ്ദേശിച്ചു. എന്നോട് വന്നപ്പോൾ ചോദിച്ചു, നിങ്ങൾക്ക് എന്താണ് കിട്ടേണ്ടത്, ശമ്പളം എന്താണ്? ഞാൻ പറഞ്ഞു, എനിക്ക് 800 രൂപയാണ് അവിടെ കിട്ടുന്നത്. മുമ്പ് ജോലി ചെയ്ത സ്ഥലത്ത് സൂര്യയിലേക്ക് 100 രൂപ നടന്നിട്ടല്ലേ ഞാൻ പറയുന്നതിന് മുമ്പ് എനിക്ക് 800 രൂപയാണ് ഇന്ന സ്ഥലത്ത് ഞാൻ 3 പീടിക തൃശ്ശൂർ ജില്ലയിൽ 3 പീടികയിലായിരുന്നു ജോലി ചെയ്തത്. അപ്പൊ അതാണ് എനിക്ക് ലഭിക്കുന്നത് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് തരാം. അന്ന് സൂര്യയിലേക്ക് 800 രൂപയുണ്ട്. സൂര്യയിൽ പോകുന്നത് വരെ മൂപ്പർക്കും എനിക്കും ഒറ്റ സംഖ്യാസം. പിന്നെ പുറത്ത് കഴിഞ്ഞതിന് ശേഷമാണ് കുട്ടികളെ കിട്ടാത്തതുകൊണ്ട് മിക്സ് കാര്യപ്പെട്ട ആളാണെങ്കിൽ പറഞ്ഞ ശമ്പളം കുട്ടികൾക്ക് സൂര്യയിലേക്ക് കാര്യപ്പെട്ട ആളല്ലാതെ തന്നെ നല്ല ആളുകളും ഉണ്ടായിരുന്നു. പക്ഷെ അങ്ങനത്തെ സാഹചര്യമാണ്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നമ്മുടെ ഈ രംഗത്ത് നമ്മളെല്ലാം പുരോഗതിയിൽ എത്താൻ കാരണക്കാരായ ഒരുപാട് ആളുകൾ മരണപ്പെട്ടു പോയിട്ട് നമ്മുടെ സുഹൃത്തുക്കൾ. ഞാൻ ആരെയും എടുത്ത് എണ്ണി പറയുകയില്ല. ഇപ്പോൾ ജീവിച്ചിരിക്കുന്നവരുമുണ്ട്. അന്ന് മുതൽക്ക് തന്നെ കമ്മിറ്റിയിലെല്ലാം പ്രവർത്തിച്ച് വലിയ സമ്പന്നരായ ആളുകൾക്ക് ഇപ്പോഴുമുണ്ട്. അല്ലാഹു എല്ലാവർക്കും ദീർഘായുസ്സ് നൽകുമാറാവട്ടെ. ഇനിയും ഇത്തരം ദീനിയായ പ്രവർത്തനങ്ങൾ ചെയ്യാൻ തൗഫീഖുകളും അവർക്ക് നൽകുമാറാവട്ടെ. മരണപ്പെട്ടു പോയ ആളുകൾ വളരെ മഹല്ലിന്റെ പുരോഗതിക്ക് വേണ്ടി, അന്നൊക്കെ സാമ്പത്തികമായി വളരെ മോശമായ കാലഘട്ടമായിരുന്നല്ലോ, എന്നാലും വളരെ പുരോഗതിക്ക് വേണ്ടി ആത്മാർത്ഥമായി പ്രവർത്തിച്ചവരായ ആളുകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്കെല്ലാം അർഹമായ പ്രതിഫലം നൽകുമാറാവട്ടെ. അതുപോലെ തന്നെ നമ്മുടെ ഈ പള്ളിയുടെ ഭാര്യ ഇതിന്റെ നിർമ്മാതാവ്, ഇതിനു വേണ്ടി സ്വത്തുക്കൾ വഖഫ് ചെയ്ത മഹാന്മാരെ ആരാധന ചെയ്തിട്ടുണ്ടെങ്കിലും ആ മഹാവ്യക്തിക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ദറജകൾ സ്വർഗ്ഗലോകത്തിൽ വർദ്ധിപ്പിച്ച് ഉയർത്തി നൽകുമാറാവട്ടെ. അദ്ദേഹത്തിനും അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ ബന്ധപ്പെട്ട ആളുകൾ, അതുപോലെ തന്നെ ഈ മഹല്ലിന്റെ മുതവല്ലിമാരായി കഴിഞ്ഞുപോയ ആളുകൾ, സേവനം ചെയ്ത ആളുകൾ, ഒരുപാട് ആളുകൾ മരണപ്പെട്ട് കിടക്കുന്നുണ്ട്. എല്ലാവർക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല അർഹമായ പ്രതിഫലം നൽകുമാറാവട്ടെ. സ്വർഗ്ഗലോകത്തിൽ അവർക്ക് ഉന്നതമായ പദവി അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുമാറാവട്ടെ. അതുപോലെ കമ്മിറ്റി ഭാരവാഹികളായ ആളുകൾ, ഒരുപാട് ആളുകൾ മരണപ്പെട്ടു പോയിട്ടുണ്ട്. നമ്മുടെ അന്നത്തെ കാലത്ത് പള്ളിയുടെ ഒന്നാമത്തെ പള്ളിയിൽ ഉണ്ടായിരുന്ന ആളുകൾ ഇന്നില്ല. അവരൊക്കെ മരണപ്പെട്ടു പോയിട്ടുണ്ട്. അവരൊക്കെ നമ്മുടെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്നവരൊക്കെ ആയിരുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാവർക്കും അർഹമായ പ്രതിഫലം നൽകുമാറാവട്ടെ. എനിക്കും നമുക്കെല്ലാവർക്കും തന്നെ ഈ പള്ളിക്ക് വേണ്ടി, ഈ മഹല്ലത്തിന് വേണ്ടി, അതുപോലത്തെ ദീനിന് വേണ്ടി പ്രവർത്തിക്കാനുള്ള തൗഫീഖ് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുമാറാവട്ടെ. നിങ്ങളുടെ കല്യാണത്തിനും കാര്യത്തിനൊക്കെ വരാൻ നല്ല സൗകര്യം പോലെയൊക്കെ ഇൻഷാ അല്ലാഹ് ചെയ്യാൻ നിങ്ങളെല്ലാവരും അതിനെ ക്ഷണിക്കേണ്ടതില്ല.
അത് അങ്ങനെ എല്ലാവരും കല്യാണത്തിന് ഞാനിവിടെ 1000-ലധികം 2000-ഓളം നിക്കാഹ് കഴിച്ചിട്ടില്ല. നിക്കാഹിന് നേതൃത്വം നൽകിയിട്ടുണ്ട്. 2000-ലധികം നാളെ കണക്ക് കൂട്ടുമ്പോൾ കൃത്യമായ കണക്കെൻ്റെ കയ്യിലില്ലെങ്കിലും ഏകദേശം 1 വർഷം നടന്ന നിക്കാഹിന് ഒരു 8-10 വർഷത്തെ നിക്കാഹിൻ്റെ കണക്കിൻ്റെ കയ്യിലുണ്ട്. അപ്പോൾ ഏകദേശം കണക്ക് കൂട്ടുകയാണെങ്കിൽ ഒരു 2000-ഓളം നിക്കാഹ് ഞാൻ ഇവിടെ നിർവഹിച്ചിട്ടുണ്ടായി. നിക്കാഹ് കാരണം മറ്റു കല്യാണത്തിലൊക്കെ പങ്കെടുത്തിട്ടുണ്ട്. പലപ്പോഴും പങ്കെടുക്കാൻ വേണ്ടി പറഞ്ഞിട്ട് ഞാൻ പങ്കെടുക്കാതെ നിന്നിട്ടുണ്ട്. എൻ്റെ മനുഷ്യനാണ്, മനുഷ്യനുള്ള അകത്ത് ഒരുപാട് അപാകതകളൊക്കെ വന്നിട്ടുണ്ട്. അതുകൊണ്ട് എല്ലാവരും പാടെ ക്ഷണിക്കുന്നതുപോലെ ക്ഷണിക്കാം, സൗകര്യപ്പെട്ടാലേ വരാൻ കഴിയുള്ളൂ. അതുപോലെ തന്നെ മരണത്തിൻ്റെ കാര്യത്തിൽ മനുഷ്യർ ഓരോ സാഹചര്യം ചുറ്റുപാടുണ്ടാവുക. നമ്മുടെ നാട്ടിലൊക്കെ ആകുമ്പോൾ നമുക്കാകുമ്പോൾ അപ്പാടെ പ്രശ്നമുണ്ടാവും. എന്തായാലും സമയം വയ്ക്കുന്നു, ഞാൻ അവസാനിപ്പിക്കുക. ഒരുപാട് കാര്യങ്ങളൊക്കെ പറയാനുണ്ടായിരുന്നു. പക്ഷെ പറയാൻ മനസ്സിലുണ്ടോ എനിക്ക് പുറത്തേക്ക് പറയുമ്പോൾ വിഷമം നേരും. അതുകൊണ്ട് അതിലേക്കൊന്നും ഞാൻ പോകുന്നില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾ നൽകിയ ഈ മഹത്തായ ഈ സംഗമത്തിന് എല്ലാവിധ ഭാവങ്ങളും നേരുന്നു. നിങ്ങളെല്ലാ ഇക്കാര്യത്തിന് നിങ്ങളെ ഞാൻ അഭിനന്ദിക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ പ്രതിഫലവും ഇഹത്തിലും ഫലത്തിലും അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുമാറാവട്ടെ. ഇനിയും ധാരാളം സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കാനുള്ള തൗഫീഖ്, ആഫിയത്ത്, ദീർഘായുസ്, സാമ്പത്തികമായ കഴിവ് എല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്കും അതുപോലെ ബന്ധപ്പെട്ടവർക്കും പ്രദാനം ചെയ്യുമാറാവട്ടെ. നമ്മിൽ മരണപ്പെട്ടു പോയ എല്ലാ ആളുകളെയും അവരിടത്തെ നമ്മുടെ മാതാപിതാക്കൾ, ബന്ധുമിത്രാദികൾ, മാറ്റവും സുഹൃത്തുക്കൾ, സ്നേഹിതന്മാർ എല്ലാവരുടെയും അവരിടത്തെ അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗ്ഗപുണ്യമാക്കുമാറാവട്ടെ. അവരോടൊപ്പം ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂടുവാനുള്ള സൗഭാഗ്യം അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് എല്ലാവർക്കും അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. ആമീൻ. ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അസ്സലാമു അലൈക്കും Good.